നമസ്കാരം. വെറും 2 ദിവസം കൊണ്ട് 48 മണിക്കൂർ കൊണ്ട് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ. ആഞ്ഞൊന്ന് ശ്രമിച്ചതോടെ പാകിസ്ഥാന്റെ ഫ്യൂസ് ഊരാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ്. അങ്ങനെ പറയാൻ കാരണം ഇന്ത്യയോട് ഇങ്ങോട്ട് വിളിച്ച് വെടിനിർത്തൽ സന്നദ്ധത അറിയിക്കുകയായിരുന്നു പാകിസ്ഥാൻ എന്ന് വ്യക്തമായതുകൊണ്ടാണ്. അതായത് ഇനി ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലും യുദ്ധവുമായി മുന്നോട്ട് പോകാൻ പാകിസ്ഥാന് ശേഷിയില്ല എന്ന് ഒടുവിൽ പാകിസ്ഥാൻ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. ഇനിയും മുന്നോട്ട് പോയാൽ അത് പാകിസ്ഥാന്റെ അവസാനമാകുമെന്ന് അവസാന മണിക്കൂറുകളിൽ പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഇനിയും ഇന്ത്യയെ വെല്ലുവിളിച്ച് ഇന്ത്യക്ക് നേരെ ആക്രമണങ്ങൾ നടത്തി പ്രകോപിപ്പിക്കാതെ എത്രയും വേഗം വെടിനിർത്തലിലേക്ക് പോകാൻ പാകിസ്ഥാൻ തീരുമാനിക്കുന്നത്. ഇന്ന് രാവിലെ പാകിസ്ഥാനിൽ ഒരു അടിയന്തര യോഗമുണ്ടായിരുന്നു. അതിനുശേഷം ഡിഫൻസ് മിനിസ്റ്റർ സംസാരിച്ചത് ആണവായുധങ്ങളെക്കുറിച്ചാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു പാകിസ്ഥാന് പരമ്പരാഗതമായ മാർഗത്തിൽ, അതായത് ആണവായുധമില്ലാതെ യുദ്ധം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ആയി കഴിഞ്ഞുവെന്ന്. ഇന്ത്യ വ്യക്തമായി പറഞ്ഞു. വൈകിട്ട് 3:35 പാകിസ്ഥാൻ DGMO ഇന്ത്യയെ വിളിക്കുകയാണ്. എന്നിട്ട് ഇന്ത്യയോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇന്ത്യയോട് യുദ്ധം ചെയ്യാനുള്ള ആവശ്യമായ യുദ്ധ സാമഗ്രികൾ പാകിസ്ഥാനിൽ അവശേഷിക്കുന്നില്ല എന്ന് നമ്മൾക്കെല്ലാം വ്യക്തമായി മനസ്സിലായതാണ്. കാരണം ഉണ്ടായിരുന്ന ഡ്രോണുകളൊക്കെ 1-2 ദിവസം കൊണ്ട് ഒന്നിച്ച് അങ്ങ് വിക്ഷേപിച്ചു. ആദ്യ ദിവസം 34 ടാർഗറ്റുകൾ ഇന്ത്യയിൽ ഇട്ടുകൊണ്ട് 300 മുതൽ 400 വരെ ഡ്രോണുകൾ പാകിസ്ഥാൻ വിക്ഷേപിച്ചു. അത് തുർക്കിയുടെ ഡ്രോണുകളായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഏതാണ്ട് 100-ലധികം വരുന്ന ഡ്രോണുകളും എയർ അറ്റാക്കുകളുമായിരുന്നു ലക്ഷ്യമിട്ടത്. ലക്ഷ്യകേന്ദ്രങ്ങൾ ഏതാണ്ട് 24 എണ്ണമായിരുന്നു. എന്നാൽ ഇതെല്ലാം ഇന്ത്യ പരാജയപ്പെടുത്തി. S-400 എന്ന ഇന്ത്യയുടെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനം മാത്രമല്ല, ആകാശ് എന്ന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വ്യോമ പ്രതിരോധ സംവിധാനം, പൃഥ്വി എന്ന മിസൈൽ പ്രതിരോധ ആയുധം, ഇതൊക്കെ കൃത്യമായി തന്നെ ഇന്ത്യക്ക് ഗുണകരമായി. പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് എന്ന് അറിയാൻ എക്സ് ഹാൻഡിലുകൾ ഒന്ന് പരിശോധിച്ചാൽ മതി. പാകിസ്ഥാനിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെല്ലാം പാകിസ്ഥാനിൽ സംഭവിച്ചിട്ടുള്ള പടുകൂറ്റൻ നഷ്ടത്തെക്കുറിച്ചുള്ള വീഡിയോകൾ ഒന്നൊന്നായി വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വലിയ തോതിൽ അവരുടെ സൈനിക ബേസുകൾ തകർത്തു തരിപ്പണമാക്കിയിട്ടുണ്ട്, എയർ ബേസുകൾ തകർത്തു തരിപ്പണമാക്കിയിട്ടുണ്ട്. ഇനിയൊന്ന് പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് പാകിസ്ഥാൻ്റെ പല ഭീകര ലോഞ്ച് പാഡുകളും സൈനിക കേന്ദ്രങ്ങളും മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയും ഈ യുദ്ധത്തിലുള്ള അവശേഷിക്കുന്ന ചില ഡ്രോണുകൾ, അവശേഷിക്കുന്ന ഷെല്ലുകൾ അതിർത്തി പ്രദേശങ്ങളിൽ ചിലയിടങ്ങളിൽ പ്രയോഗിക്കാം എന്നതിനപ്പുറത്തേക്ക് അതിനുകൂടി ഇന്ത്യ തിരിച്ചടി നൽകാൻ ഇറങ്ങി പുറപ്പെട്ടാൽ സാഷ്ടാംഗം ഇന്ത്യക്ക് മുന്നിൽ തോറ്റ് തകർന്ന് തരിപ്പണമാവുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും പാകിസ്ഥാന് മുന്നിലില്ലായിരുന്നു. അതുകൊണ്ടാണ് പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടിയത്. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി പാകിസ്ഥാന്റെ സൈനിക മേധാവി നടത്തിയ ചർച്ചയിൽ അത്രയും പറഞ്ഞത് പാകിസ്ഥാന് സംഭവിച്ച ഡാമേജുകളെക്കുറിച്ചും എങ്ങനെയെങ്കിലും വെടിനിർത്തലിലേക്ക് പോകാനുള്ള സാധ്യതകളെക്കുറിച്ചുമാണ്. അമേരിക്കയും ഇതേ നിർദ്ദേശം തന്നെയാണ് പാകിസ്ഥാന് മുന്നിലേക്ക് വെച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ഒരു ഇടനിലക്കാർ എന്നതല്ല, മറിച്ച് പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം രൂക്ഷമാണ് എന്ന് പാകിസ്ഥാനെ അറിയിക്കുകയാണ് അമേരിക്ക ചെയ്തത് എന്നാണ് പുറത്തു വരുന്ന ചില വിവരങ്ങൾ. എന്തായാലും ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റമാണ് എന്ന് തെളിയിക്കുന്ന ഒരു യുദ്ധ സാഹചര്യം കൂടിയാണ് കടന്നുപോയത്. S-400 എന്ന് പറയുന്നത് ഏറ്റവും എക്സ്പെൻസീവായ ഡിഫൻസ് സിസ്റ്റങ്ങളിൽ ഒന്നാണ്. പക്ഷേ ഇത് ഡ്രോണുകൾ പോലെയുള്ള ചെറിയ ത്രെട്ടുകൾ തടയാൻ പര്യാപ്തമല്ല, അല്ലെങ്കിൽ അത് കണ്ടെത്താൻ കഴിയില്ല. വലിയ വലിയ ത്രെട്ടുകൾക്കെതിരെയാണ് S-400 ഉപയോഗിക്കുന്നത്. അത് കൃത്യമായി ഈ വേളയിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആകാശ് ഡിഫൻസ് സിസ്റ്റം 400-500 ഡ്രോണുകളെയൊക്കെയാണ് ഒറ്റ ദിവസം തന്നെ തകർത്തെറിഞ്ഞത്. അതുപോലെ തന്നെ
പൃഥ്വി മിസൈൽ വേധ സംവിധാനമൊക്കെ ഗംഭീരമായ പ്രവർത്തനങ്ങൾ നടത്തി. INS വിക്രാന്ത് കടലിൽ പാകിസ്ഥാന് വലിയൊരു ഭീതിയായി തന്നെ ഇപ്പോഴും നിലകൊള്ളുകയാണ്. അപ്പോൾ ഏത് മേഖലയിലൂടെ നോക്കിയാലും വ്യോമ മേഖലയിൽ പാകിസ്ഥാൻ പരിപൂർണമായി തകർന്നടിയുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ആകെ കരമാർഗത്തിൽ ലൈൻ ഓഫ് കൺട്രോളിൽ, അതായത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ നിന്ന് ഇന്ത്യൻ അതിർത്തിയിലേക്ക് ചില ആക്രമണങ്ങളൊക്കെ നടന്നു എന്നതല്ലാതെ കരമാർഗമുള്ള ആക്രമണത്തിലും തകർന്നു തരിപ്പണമായി തന്നെയാണ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. പിന്നെ കടൽ മാർഗമുള്ള ആക്രമണത്തിന് എന്തായാലും പാകിസ്ഥാൻ മുതിർന്നില്ല. കാരണം INS വിക്രാന്ത് അങ്ങനെ നിൽക്കുകയാണ് ഗുജറാത്ത് തീരത്ത്. ഏതെങ്കിലും ഒരു നീക്കമുണ്ടായാൽ INS വിക്രാന്ത് തകർത്തു തരിപ്പണമാകും പാകിസ്ഥാൻ കേന്ദ്രങ്ങളെ എന്നവർക്ക് വ്യക്തമാക്കി ആയിരുന്നു. എന്ന് മാത്രമല്ല, കറാച്ചി തുറമുഖം ഉൾപ്പെടെയുള്ളവ കൃത്യമായി ആക്രമിക്കപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ ആ നിലയിലുള്ള ആക്രമണങ്ങൾ കൂടി പാകിസ്ഥാൻ മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ടാണ് പാകിസ്ഥാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സാഷ്ടാംഗം വീണത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യ അതിനിപ്പോൾ സജ്ജമല്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഒരു തിരിച്ചടിയാണ്, അല്ലാതെ സ്വമേധയാൽ ഞങ്ങൾ യുദ്ധത്തിന് പോകുന്നു എന്ന് ഇന്ത്യ പറഞ്ഞിട്ടില്ല. പഹൽഗാമിലേക്ക് ഭീകരാക്രമണം നടത്തിയത് കൊണ്ടാണ് ഇന്ത്യ ഈ തിരിച്ചടി നൽകിയത്. ഓരോ ദിവസവും ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ഒന്നൊന്നായി അടിച്ച് തകർത്തതിന് പിന്നിലെ കാരണവും, അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് ഓരോ ദിവസവും ആക്രമണങ്ങൾ ശക്തമാക്കിയതിൻ്റെ കാരണവും പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള പ്രകോപനങ്ങളാണ്. അപ്പോൾ പാകിസ്ഥാൻ പ്രകോപനം എവിടെ നിർത്തുന്നോ, ഈ പറയുന്ന ഭീകരാക്രമണം എവിടെ നിർത്തുന്നോ, അവിടെയും ഇപ്പോൾ തൽക്കാലം ഇന്ത്യ നിർത്തുമെന്നാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന പ്രാഥമികമായ സന്ദേശം. പക്ഷേ ഇന്ത്യ നൽകിയിരിക്കുന്ന ഒരു വലിയ മുന്നറിയിപ്പ്, ഇനി ഇന്ത്യയിലേക്ക് എന്തുതരം ആക്രമണം ഉണ്ടായാലും അത് യുദ്ധമായി തന്നെ പരിഗണിക്കും, അതിനുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ഇനി ഭീകരർ ഇറങ്ങി പുറപ്പെട്ടാൽ ഒരുപക്ഷെ ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് ഇന്ത്യ പോകും. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ 4-5 കഷണമാകും. അതുപോലെ തന്നെ പാക് ഒക്യുപ്പൈഡ് കശ്മീർ എന്ന് പറയുന്ന സാധനമേ ഉണ്ടാകില്ല, ഇന്ത്യ പിടിച്ചെടുക്കും. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഭാഗമായി പല ഭാഗങ്ങളും ചേരും. ഇന്ത്യ അതൊരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോയാലുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ യുദ്ധത്തിലേക്ക് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് 2047 വികസിത രാജ്യമായി, ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായി പരിപൂർണമായി മാറണമെന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വപ്നം. അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു യുദ്ധത്തിലേക്ക് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്കൊക്കെ ഇന്ത്യ കടന്നാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇന്ത്യയുടെ ആ വികസന സ്വപ്നം ഒരു 10-20 വർഷം മുന്നിലേക്ക് തള്ളിപ്പോകും. അത് ഏറ്റവും ഗുണം ചെയ്യുന്നത് ചൈനയ്ക്കാണ്. ചൈനയൊക്കെ സന്തോഷിക്കും. ഇന്ത്യ ഫുൾ ടൈം യുദ്ധത്തിലേക്ക് പോയാൽ പിന്നെ ആ ഗ്യാപ്പിൽ ചൈനയ്ക്ക് വലിയ ശക്തിയായി മാറാൻ സാധിക്കും. അമേരിക്കയ്ക്ക് ചൈനയുടെ കാല് പിടിക്കേണ്ടി വരും. ഇപ്പോൾ ചൈനയെ ഇല്ലാതാക്കാൻ ഇന്ത്യയെ ആശ്രയിക്കുന്ന അമേരിക്ക കൂടുതൽ പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ചൈനയെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വലിയ ശക്തിയായി ഇന്ത്യ മാറിക്കൊണ്ടുവരികയാണ്. ഈ സാഹചര്യത്തിൽ ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകുന്നതിനോട് ഇന്ത്യക്കും യോജിപ്പുണ്ടാകില്ല. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെറും 2 ദിവസം കൊണ്ട് പാകിസ്ഥാനെ ഒടിച്ചും മടക്കി കയ്യിൽ കൊടുത്ത് പരാജയപ്പെടുത്തി കളഞ്ഞ ഇന്ത്യ, എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വെറും 2 ദിവസം കൊണ്ട് പാകിസ്ഥാനെ അടിച്ചും മടക്കി തകർത്ത് തീർത്ത ഇന്ത്യയുടെ ശക്തി അത് എത്രത്തോളമാണ് എന്ന് ലോകം തിരിച്ചറിയുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ എയർ ഡിഫൻസ് ശക്തി, ഇന്ത്യയുടെ എയർ ഡിഫൻസ് സംവിധാനം ഉൾപ്പെടെ പാകിസ്ഥാന്റെ സകല ആക്രമണങ്ങളെയും ചെറുത്തു നിൽക്കുകയും അതിനുശേഷം ഇന്ത്യയുടെ പട്ടാളം അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി എല്ലാത്തിനും കനത്ത തിരിച്ചടി കൊടുക്കുകയും ചെയ്തതോടുകൂടി പ്രതിരോധ രംഗത്ത് ഇന്ത്യ എത്രത്തോളം കരുത്തുള്ള ഒരു രാജ്യമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. വെറും 2 ദിവസം കൊണ്ടാണ് പാകിസ്ഥാനെ കാലിൽ വീഴിച്ചത് ഇന്ത്യ. പാകിസ്ഥാൻ അതിശക്തമായ മറുപടി കൊടുത്തത്. ഇതെല്ലാം ലോകത്തിന് നൽകുന്നൊരു സന്ദേശം, പ്രത്യേകിച്ചും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൽകുന്നൊരു സന്ദേശം എന്ന് പറയുന്നത്, ഇന്ത്യയോട് മുട്ടാൻ നിൽക്കണ്ട, ഇന്ത്യ പഴയ ഇന്ത്യയല്ല, ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയെ തൊട്ടവനെ തട്ടിയിരിക്കും. തിരിച്ചറിയുക ലോകമേ എന്നുകൂടിയാണ് ഈ തിരിച്ചടിയിലൂടെ ഇന്ത്യ ശത്രുക്കളോട്, ലോകത്തോട് പറയുന്നത്.